നമ്മുടെ എല്ലാ പ്രേമവും വിവാഹത്തിലായിരുന്നെങ്കിൽ 3-4 പേരെ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കേണ്ടി വരികയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ്. ചിലരത് ശരിയാവും, ചിലരത് ശരിയാവില്ല. ശ്രീഹരി വചനം എടുത്തല്ലോ, ഒരൊറ്റ തേപ്പില് പ്രേമവിരോധിയായി പോയ ഒരാളാണ്. എവിടുന്ന് തുടങ്ങണം? ശ്രീഹരി ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഒന്നും ഇല്ല. ഞാൻ തപ്പി നടന്നില്ല. ശ്രീഹരി, സൈജു കുറുപ്പ്, വസുദേവ് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഭയങ്കര ജെന്യൂൻ പേഴ്സൺസ് ആണ്. എല്ലാവരും ശത്രുക്കൾ ഉണ്ടാക്കാതിരിക്കാൻ. നമ്മളിപ്പോ നിൽക്കുന്നത് അഭിലാഷൻ സിനിമ OTT റിലീസ് എത്തി, ട്രെൻഡിങ്ങിൽ ഹിറ്റായി എല്ലാവരും സ്റ്റാറ്റസുകളോട് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സിനിമയുടെ കപ്പിത്താനെയും ദ സോൾ ഓഫ് അഭിലാഷം എന്ന് ടൈറ്റിൽ കിട്ടിയ മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി ചേട്ടനും ഡയറക്ടർ ഷംസു സൈബിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോൾ ഓഫ് അഭിലാഷം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡയറക്ടറിൽ തുടങ്ങാം. ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി, ഇത് 0 നെഗറ്റീവ്സ് ആണെങ്കിലും തിയേറ്ററിൽ അധികം റൺ ചെയ്യാൻ പറ്റാത്തൊരു മൂവിയായിരുന്നു അഭിലാഷം. കാരണം വേറെ പടങ്ങളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ തിയേറ്ററുകളുടെ അവൈലബിലിറ്റി കുറവൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് OTT വന്ന് മണിക്കൂറുകൾക്കകം ആമസോൺ പ്രൈമിൽ ട്രെൻഡിങ് നമ്പർ 1. അത് കണ്ടിപ്പോ എന്ത് തോന്നി? ഈ സിനിമ ചെയ്യുമ്പം ആഗ്രഹിച്ചിരുന്ന ഒരു ഓഡിയൻസ്, ആഗ്രഹിച്ച ഒരു റിസീവിങ് ഇപ്പോഴാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് കിട്ടിയത്. തിയേറ്ററിൽ എത്തുമ്പം ഒരുപാട് പേരിലേക്ക് സിനിമ എത്തിയില്ല, കാരണം സ്ക്രീനുകളുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ കണ്ട ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ തിയേറ്റർ വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു ആൾക്കാർ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് OTTയുടെ വെയിറ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് സ്ക്രീനുകളുടെ കുറവൊന്നും എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പം അത് പക്ഷേ കൃത്യമായി നല്ല പ്ലാറ്റ്ഫോമുകൾ റിലീസായി. നമ്മൾ അതൊന്ന് മാർക്കറ്റ് ചെയ്ത് OTTയിൽ റിലീസായിരുന്ന ആളുകളെ അറിയിക്കേണ്ട അവസ്ഥ നമുക്ക് വന്നില്ല. അതിനു മുമ്പേ ആൾക്കാരത് ഏറ്റെടുത്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിയല്ലേ? എനിക്ക് തോന്നുന്നു തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസ് എത്തിയപ്പോൾ മെസ്സേജുകളുടെ എണ്ണം വീണ്ടും എത്തി. ചെറുതായിട്ടൊരു കുറെ മെസ്സേജ് വന്നില്ലേ? ഒരുപാട് മെസ്സേജ് വന്നു. പേരെന്തായിരുന്നു? അങ്ങനെയല്ല, അതെന്താണെന്ന് അറിയോ, വിചാരിക്കാത്ത അത്ര അധികം മെസ്സേജ് എല്ലാവർക്കും വന്നു. എനിക്ക് വന്നു, ശംസുഖക്ക് വന്നു, ഷൈചേട്ടന് വന്നു, എല്ലാവർക്കും വന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും റിപ്ലൈ എല്ലാരും അറിയില്ലടാ. ഞാൻ ഒരുവിധം എല്ലാവർക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെസ്സേജുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും അങ്ങനെ അധികം ആൾക്കാരും മെസ്സേജ് ചെയ്യുന്നത് തന്നെ അത് പറഞ്ഞിട്ടോ, അതായത് ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ മെസ്സേജസ് ഉണ്ട്. നിങ്ങളിപ്പോ നമ്മളെ സൈചേട്ടൻ്റെ ഒരു ഈ പ്രാരാബ്ധ സ്റ്റാർ എന്നൊക്കെ പറയുന്നതിൽ വേറൊരു ടൈറ്റിൽ ഉണ്ട്, ഈ OTT സ്റ്റാർ. കാരണം സൈചേട്ടൻ്റെ പല പടങ്ങളും OTTയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. ആ ഒരു ടൈറ്റിൽ വീണ്ടും ഈ ഒരു സിനിമ ഊട്ടി ഉറപ്പിച്ചു അല്ലേ? എന്താണെങ്കിലും സ്റ്റാർ ഉണ്ടല്ലോ എന്നാണ് പുള്ളി പറയാ. അല്ല, അത് അധികം വൈകാതെ ഒരു വലിയ ആൾക്കാർ സൈജു ഗ്രൂപ്പ് സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് കാണാൻ പോകുന്ന ഒരു ശീലത്തിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ്. കാരണം നല്ല സിനിമകളാണ് സൈജു ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അത് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഭരതനാട്യം ആണെങ്കിലും അതിനുശേഷം ഇപ്പം അഭിലാഷം ആണെങ്കിലും OTTയിൽ കിട്ടിയ സ്വീകാര്യത, അപ്പം സൈജു ഗ്രൂപ്പ് എന്നുള്ള നടനിലെ ആൾക്കാർക്ക് വിശ്വാസം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഷംസുഖിന്റെ ആദ്യത്തെ പടം മണിയറയിൽ അശോകൻ, അതിൽ മ്യൂസിക് ചെയ്ത ശ്രീഹരി ചേട്ടൻ. ഇപ്പൊ രണ്ടാമത്തെ പടം അഭിലാഷം, അതിൽ മ്യൂസിക് ചെയ്ത ഇത്. ഈ 2 സിനിമയുടെയും ഫ്രെയിംസ് ആണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആയാലും ആൾക്കാർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു കോംബോ എങ്ങനെ സ്റ്റാർട്ടായി, എങ്ങനെ തുടങ്ങി? നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നു പണ്ട്. അതായത് ഷംസുഖ് പണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട 2017 നമ്മൾ പരിചയപ്പെട്ട. 2017. അപ്പൊ ശ്രീഹരിച്ചേട്ടൻ പറ, ഷംസുഖാന്റെ എവിടുന്ന് തുടങ്ങണം? ഇല്ല, പക്ഷെ ഞാൻ പരിചയപ്പെടുമ്പോ ഇതൊന്ന് പരിചയപ്പെട്ട് കുറച്ച് നാൾ കഴിയുമ്പോ ചിന്നുവിനെ മീറ്റ്, അപ്പൊ ചിന്നുവിനെ ഞാൻ പരിചയപ്പെടുമ്പോ ചിന്നുവിനെ മീറ്റ് കിട്ടില്ല. അത് മതി, നമ്മൾ പരിചയപ്പെട്ടതിന്റെ പിറ്റേ വർഷമായിരുന്നു കല്യാണം. ഡയറക്ടർക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാക്ക് ഏതാ? കൽബിനകമേ സുനോന ട്രാക്ക് ഉണ്ട്, ട്രാവൽ സോങ്. അവര് മറ്റേ കോഴിക്കോടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മറ്റേ പാട്ട് ഇഷ്ടമല്ല പറഞ്ഞ്, പക്ഷെ ഷീറിന്റെ പേഴ്സണൽ ഫേവറേറ്റ് അതായിരിക്കും. എനിക്ക് സുമഹാസിതയും സുമഹാസിത ഇഷ്ടാട്ടോ. അത് അങ്ങനെ ഇഷ്ടമല്ല പറഞ്ഞു മൊത്തത്തിൽ നോക്കുന്ന സമയത്ത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അടുത്ത നിങ്ങളുടെ ഈ ഒരു സിനിമ കാരണം കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും ആസ് എ ഡയറക്ടർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ? നമ്മുടെ ആദ്യത്തെ സിനിമ OTTയിലാണ് റിലീസായിരുന്നത്. ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ ആദ്യത്തെ പടം എന്ന് പറയുന്ന ഒരു ലേബൽ അവിടെ നിൽക്കുന്നുണ്ട്. ദുൽഖർ പ്രൊഡക്ഷൻ പോലൊരു വലിയ ബാനർ, ദുൽഖറിന്റെ പേരൊക്കെ ഉള്ളതുകൊണ്ട്, വേഫറിലൊക്കെ ഉള്ളതുകൊണ്ട് ആ സിനിമ ഭയങ്കര പ്രോഫിറ്റബിൾ എല്ലാം കൊണ്ടും അത് ഒരു വലിയ സിനിമയായിട്ടാണ് വന്നത്. രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തിയപ്പം OTTയിൽ തന്നെ ഇത് ഭയങ്കര കണക്റ്റായി.
ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകളിൽ അധികവും നിങ്ങളുടെ അടുത്ത സിനിമ നമ്മൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ്. അത് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒരു പടം ലോഡിങ് ഉണ്ടല്ലേ ലോഡിങ് അതെന്തായാലും ഇപ്പോ പ്രണയം ഒരു ശീലമാക്കിയ ആളാണ് അഭിലാഷ്. ഈ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാള് നമ്മൾ മലയാള സിനിമയിൽ ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ എങ്ങനെ സഹിച്ചേട്ടനിലേക്ക് എത്തി? കാരണം സഹിച്ചേട്ടൻ വർഷങ്ങളായിട്ട് പ്രണയം ചെയ്യാത്ത ഒരാളാണ്, ഇതിൽ ഗൃഹനാഥനായിട്ടോ അല്ലെങ്കിൽ അമ്മാവനായിട്ടോ ചേട്ടനായിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അല്ല, സേച്ചേട്ടൻ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പുള്ളിയോട് മുമ്പ് വർക്ക് ചെയ്തപ്പോൾ അറിയായിരുന്നു. നമ്മൾ മുമ്പൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തപ്പം അതിലൊരു 2-3 ലവ് സീക്വൻസിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സേച്ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് അത്ര ഉറപ്പായിരുന്നു. പിന്നെ പുള്ളി തുടങ്ങിയത് മയൂഖത്തിലല്ലേ. അതുപോലെ തൻവി ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് ഒരു പ്രണയത്തിന്റെ ഒരു ഡിഫറൻസ് കാണിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും. ഷെറിൻ എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള എന്ന സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം. എന്നാൽ ഒരുപാട് ആളുകൾ ഒരുപാട് കഥാപാത്രങ്ങളിൽ കണ്ടു മടുക്കാത്ത എന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാർ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തൻവിയിലേക്ക് എത്തുന്നത്. അപ്പം തൻവി ഒരു മൊഴിനുള്ള മുസ്ലിം കഥാപാത്രമോ അല്ലെങ്കിൽ ഷെറിനെ പോലൊരു ഫുൾ ലെങ്ത് കഥാപാത്രമോ ഒരുപാട് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ തൻവിയും പെട്ടെന്ന് കഥയിൽ ഇന്നായി. ഇപ്പം എനിക്ക് തോന്നുന്നു ഷെറിൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതിൽ തൻവിക്കും ഭയങ്കര പങ്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ ചെറുപ്പം വിളിച്ച് നിമ്നയും കിച്ചുവും വന്നില്ല അല്ലേ? നിമ്നേനെ ഓഡീഷൻ ചെയ്താണ് എടുത്തത് അല്ലേ? നിമ്ന നമുക്ക് കാസ്റ്റിംഗ് കോളിൽ വന്നൊരു ഓപ്ഷൻ ആയിരുന്നു നിമ്ന. പക്ഷെ അതിന് മുമ്പേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിമ്നയുടെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റി ആണല്ലോ. കിച്ചുവിനെ വസുദേവനെയും നമ്മുടെ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷെ പുഴുവാണ് ലാസ്റ്റ് കണ്ടേ. അപ്പം തീരെ ചെറുതാണോ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ആ സംശയവും മാറി. ഡയറക്ടർ ഏറ്റവും ആസ്വദിച്ച് ചെയ്ത സീൻ ഏതാ? ഇല്ല, സിനിമയിൽ ഒരുപാട് കട്ടായിട്ടൊന്നുമില്ല. ചെറിയ ബ്രിഡ്ജുകൾ മാത്രമേ നമ്മൾ എഡിറ്റ് സമയത്ത് കട്ടായിട്ടുള്ളൂ. എഡിറ്റിൽ കാര്യമായിട്ടും ഇത് പറയുമ്പം ഇപ്പം സോൾ ഓഫ് അഭിലാഷ് ഇരിക്കുന്നുണ്ട്, കപ്പിത്താൻ ഇരിക്കുന്നുണ്ട്, റൈറ്ററെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഇപ്പം കാണുന്ന വേർഷൻ ഇത്ര മനോഹരമായതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഉള്ളത് ഇതിന്റെ എഡിറ്റർക്കാണ്. നിംസ് എന്ന് പറയുന്ന ഇതിന്റെ എഡിറ്റർക്കാണ്. താരതമ്യേന പുതിയൊരാളാണ്. കാരണം ഇപ്പം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന കുന്നിൻ്റെ മുകളിലെ ആ സീനും ഫ്ലാഷ് ബാക്കും മേർജ് ചെയ്യുക എന്ന് പറയുന്ന ഡിസിഷൻ എഡിറ്ററുടെ ആയിരുന്നു. പുള്ളിയാണ് എന്നെ അത് കൺവിൻസ് ചെയ്തത്. അതുപോലെ ഒബ്വിയസ്ലി അത് പുള്ളിയാണ് നമുക്കത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താലോ, കാരണം സ്ക്രിപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത പ്രകാരമോ വേറൊരു രീതിയിലായിരുന്നു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉള്ള സാധ്യത പുള്ളിയാണ് നമ്മളോട്, അങ്ങനെ ഒരു സാധ്യത ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന എഡിറ്ററാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത്. അത് നമ്മൾ കൺവിൻസ് ആവുകയായിരുന്നു. അതൊരു മികച്ച തീരുമാനമായിരുന്നു എന്നുള്ളത് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. അതുപോലെ കൽബിനകമയാണ് ക്ലൈമാക്സിലെ സോങ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു. കൽബിനകമേ കഅബ പണിതേ എന്നുള്ള വരി അല്ലെങ്കിൽ ആ പോർഷൻ പ്ലേസ് ചെയ്യുന്നത് റിജക്ഷൻ ടൈമിലാണെന്നുള്ളതും നമ്മുടെ എഡിറ്ററുടെ കോളായിരുന്നു. അപ്പം അത് ഭയങ്കര, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമാണ്. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ പറഞ്ഞില്ലായിരുന്നു? കൂടുതൽ എൻജോയ് ചെയ്തത് തട്ടത്തിൽ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. കാരണം നമ്മൾ സഹിച്ചേട്ടൻ ഇങ്ങനെ ചെയ്യും എന്ന് നമുക്കറിയാം, തൻവി ഇങ്ങനെ ചെയ്യും നമുക്കറിയാം, നിമ്നയും കിച്ചുവും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം അവരുടെ പാട്ടത്തിൽ അവരുടെ മഴയത്തെ സീനൊക്കെ, കാരണം നമ്മൾ എക്സൈറ്റഡ് ആയി ഇവര് പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോൾ. അപ്പം നമ്മൾ ചാർജായി ഭയങ്കര ചില്ലായി. പിന്നെ മൊത്തം പിള്ളേരും സെറ്റും പഴയ യുവജനോത്സവത്തിന്റെ ആംബിയൻസും ഒക്കെ ആയപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തട്ടത്തിൽ സോങ് സീക്വൻസ് ഷൂട്ട് ചെയ്തിരുന്നത്. എനിക്കൊന്ന് ആ ഒരു വൈബ് ഫുള്ള് പ്രൊമോഷനും ആഫ്റ്റർ റിലീസും എല്ലാം ഉണ്ടായിരുന്നു. കാരണം പ്രൊമോഷന് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റി. വണ്ടിയിൽ അങ്ങോട്ട് കളിയാക്കുന്നു, ഇങ്ങോട്ട് കളിയാക്കുന്നു. ശ്രീഹരി ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഒന്നുമില്ല. ഞാനൊന്ന് കണ്ടത് അത് മറ്റേ വസുദേവും അവരും കൂടി ഉണ്ടാക്കിയതാ. അന്ന് കോളേജിൽ പോയപ്പോ ഒരു പെങ്കുച്ചി പൂ കൊടുത്തില്ല, 2 പെമ്പിളേര് പൂ കൊടുത്തില്ല. ഈ നാട്ടിലെ ഞാൻ പറഞ്ഞേൽപ്പിച്ചൊന്നല്ല. ഞാൻ നോക്കിയപ്പോ ആർക്കെങ്കിലും പൂവ് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വെച്ചപ്പോ കൊച്ചു ഇവനെ തന്നെ തെരഞ്ഞെടുത്താ. എന്നോട് അവിടുത്തെ പിള്ളേര് പറഞ്ഞു, ചേട്ടാ ഗസ്റ്റിന് കൊടുക്കാൻ കുറെ പൂവുണ്ട്, പക്ഷെ സ്വാഗതം പറഞ്ഞപ്പോ എല്ലാവരും എണീറ്റിങ്ങനെ കൈയാണ്ടിട്ട് ഇരുന്നു, ആർക്കും പൂ കൊടുക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും പെമ്പിള്ളേരുണ്ട്, ആർക്കാച്ച പൂ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ അങ്ങോട്ടല്ല വന്നേ. നീ പറഞ്ഞു ചെയ്യിപ്പിച്ച ഞാൻ ഒരിക്കലും നിന്റെ പേരൊന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. അത് നിനക്ക് അർഹതപ്പെട്ട പൂവായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ ആ കുട്ടീനെ തപ്പി നടന്നു, എവിടെയാകില്ല. അല്ല, അത് ഞാൻ തപ്പി നടന്നില്ല, ഞാൻ തപ്പി നടന്നില്ല. എന്തായാലും ആരോ റൂട്ടിൽ പോയ സ്ഥിതിക്ക് വെക്കാം. സിംഗിൾ അല്ലേ, നമുക്ക് പ്രഷർക്ക് വേണ്ടി
നിങ്ങളല്ലേ? അതെ അതെ അതെ. അതെ. എങ്ങനത്തെ ഒരു പെൺകുട്ടി വന്നൊരു പ്രപ്പോസ് ചെയ്ത് എങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും? അല്ല അവിടെ ഞാൻ ചോദിക്കുന്നില്ല, അവിടെ വേറെ എന്തെല്ലാം കാര്യമുണ്ട് സംസാരിക്കാൻ, എന്തൊക്കെ കാര്യങ്ങൾ വേറെ എന്തൊക്കെ ചോദിക്കാറുണ്ട്? അല്ല എന്നാലും കുറെ പേര് ചോദിക്കുന്നുണ്ട്. ആരും ചോദിക്കുന്നില്ല, ഒരാളും യൂട്യൂബിൽ ഞാൻ കമന്റ്സ് കാണിച്ചു. നീ കാണിച്ചോ? ഒന്നുമില്ല. വരൂ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇപ്പൊ ഈ സിനിമ ഇത് കഴിഞ്ഞപ്പോ ഒരുപാട് പേരുടെ മനസ്സിൽ അറിയാതെ എങ്കിലും അമീർ വില്ലനായി. മീൻസ് എല്ലാവരും അഭിലാഷിന്റെ ഭാഗം മാത്രം നോക്കിയപ്പോ അമീർ ഇടയ്ക്ക് വില്ലനായത് പോലെ ഉണ്ട്. എനിക്ക് അമീറിന്റെ ഒരു പ്രണയം മറ്റേ സൈഡിലുണ്ടല്ലോ. അപ്പോ ഷംസിക്ക് ഇത് ചെയ്തപ്പോ അങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നു, അമീറിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വില്ലനിസം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ സിനിമയിൽ അങ്ങനെ വില്ലന്മാർ ഇല്ല. പൊതുവെ സിനിമയിൽ മതമാണേലും മറ്റ് സാഹചര്യങ്ങളാണേലും ഒന്നും വില്ലനല്ല. അമീർ എന്ന് പറയുന്നത് ഇപ്പം ഷെറിനോട് ആദ്യത്തെ കാഴ്ചയിൽ രണ്ടാമത് ഷെറിൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അഭിലാഷ് ഗെറ്റ് ടുഗദറിന് നീ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഷെറിൻ വന്നിട്ടില്ല. കാരണം അമീറിന്റെ പ്രസൻസ് ഉള്ള സ്കൂളിലേക്ക് വരാൻ ഷെറിൻ അത്ര ഓക്കെ അല്ല. അതേ കാരണം കൊണ്ടാണ് അഭിലാഷ് ഇത്ര നാൾ പോവാതിരുന്നത്. അതാണ് ലവ്. കാരണം ഇപ്പം ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുന്നതും ഷെറിൻ്റെയും അമീറിൻ്റെയും പ്രണയം അറിയാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് നിന്റെ ലൈലാവാൻ പറ്റില്ല അഭിലാഷേ, അത് നിനക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ ആൾക്കാരത് ഉൾക്കൊള്ളുമായിരുന്നില്ല. അമീർ വില്ലനായിരുന്നെങ്കിൽ അമീറിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഷെറിൻ സ്റ്റിൽ എത്രത്തോളം അമീറിലാണ്. ഇപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഓൾക്കിപ്പോഴും അമീറിൻ്റെ മണമാണ് എന്നുള്ളതാണ്. അപ്പം അമീർ ഒരു സോളാണ്, അമീർ ഭയങ്കര നല്ലൊരു സോളാണെന്നുള്ള സാധനം തന്നെയാണ് നമ്മൾ. കുറച്ചും കൂടി മുമ്പ് നേരത്തെ അഭിലാഷ് എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ കഥ മാറിയല്ലേ, അഭിലാഷിൻ്റെതായാണ് ഷെറിൻ. ഇപ്പം അഭിലാഷം പറഞ്ഞു വെക്കുന്നത് അഭിലാഷിന് ഷെറിനോടുള്ള ഇഷ്ടം തുറന്നു പറയാന്നുള്ളതാണ്. അത് ആദ്യത്തെ അവസരത്തിൽ പറയാൻ പറ്റിയില്ല. അയാൾക്കൊരു രണ്ടാമത്തെ അവസരം കിട്ടുവാണ്. ആ അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അയാൾ ആ ഇഷ്ടം തുറന്നു പറയുന്നിടത്ത് ആളുടെ അഭിലാഷം അവിടെ തീരുവാണ്. ഇഷ്ടമുള്ള ആൾക്കാരെ ഒരുമിച്ച് ജീവിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനം ആയിരുന്നില്ല. കാരണം നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മളടക്കമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ എല്ലാ പ്രേമവും വിവാഹത്തിലായിരുന്നെങ്കിൽ 3-4 പേരെ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കേണ്ടി വരികയാണ്. ഹൃദയം സിനിമയിൽ ആദ്യം കാണുന്ന ദർശനയാണ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ് ദർശന. അത് പോകുന്ന സമയത്ത് ഒരു ഇല്യൂഷൻ പോലെ കടന്നു പോകുന്ന ഒരാളാണ് മായ, ഒരു മായ പോലെയാണത്. പക്ഷേ ഫൈനലി അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന നിത്യയിലാണ്. അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ട്. ഒരുപാട് ജീവിതങ്ങളിലെ പ്രേമം വന്നു പോയിട്ടുള്ളത് അങ്ങനെയായിരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് പേഴ്സണലി. എടാ ഒരൊറ്റ തേപ്പില് പ്രേമവിരോധിയായി പോയ ഒരാളാണ്. ഇവൻ ശ്രീഹരിയിലെ നന്മയാണ് ഇങ്ങനെ പറയിക്കുന്നത്. പൊട്ടിക്കരഞ്ഞ് ചുമ്മാ പറഞ്ഞ. കാരണം ശ്രീഹരി, സൈജു കുറുപ്പ്, നമ്മുടെ വസുദേവ്, 3 പേരും സ്വഭാവങ്ങളിൽ ഒരേ ഗുണങ്ങളുള്ള ക്യാരക്ടേഴ്സാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ഭയങ്കര പേടിയുള്ള, ഒരാളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റുള്ളവരെ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഭയങ്കര ജെന്യുവിൻ പേഴ്സൺസ് ആണ് ഇവർ. അത് ഒരു കണക്കിന് നല്ലതാ, എല്ലാവരും ശത്രുക്കൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഒരു ഡയറക്ടർ എന്ന നിലയില് ഒരു സിനിമ തിയേറ്ററിക്കലി ഹിറ്റ് ആവുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഹിറ്റ് ആകുമ്പോൾ മാത്രം നമുക്ക് ഹിറ്റ് എന്ന് പറയാൻ പറ്റുക. ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ നിന്ന് പണം വാരി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ വന്നു പോകുമ്പോഴായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാത്തതിൽ ഹിറ്റ് എന്ന് പറയുമ്പോഴും മുമ്പിലൊരു OTT എന്ന് പറയുന്നൊരു വാക്ക് അവിടെ ഉണ്ടാവും. OTT ഹിറ്റ് എന്ന് പറയുന്നൊരു സാധനം. ഈ OTT എല്ലാം വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കോവിഡിന് ശേഷമാണ് OTT നമുക്ക് ഫെമിലിയർ ആയത്. OTTക്ക് മുമ്പ് ഇതുപോലെ ഒരുപാട് നല്ല പടങ്ങൾ തിയേറ്ററിൽ വന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് കൊമേഴ്ഷ്യലി. ഇപ്പം ആട് പോലെ, ഗപ്പി പോലുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ ഫസ്റ്റ് റൗണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പിന്നീട് DVD-യിലൂടെയും മറ്റുമൊക്കെയാണ് അത് ഹിറ്റ്, ആളുകൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തതും. ഇപ്പം ആടൊക്കെ ഇപ്പം തേർഡ് പാർട്ടിലേക്ക് വരെ എത്തി. അഭിലാഷത്തിൻ്റെ കേസിലേക്ക് വരുമ്പം അഭിലാഷം തിയേറ്ററിൽ 20ഓളം ദിവസം തിയേറ്ററിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വൈഡർ ഓഡിയൻസിലേക്ക് എത്താതെ പോയത് റിലീസിങ് സമയത്ത് നമ്മുടെ സ്ക്രീനുകളുടെ കുറവും, സ്ക്രീനുകൾ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ആകുമ്പോഴേക്ക് നമുക്ക് വിഷു റിലീസസുകളും കൂടെ വന്നതുകൊണ്ടാണ്. ആളുകളുടെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല അഭിലാഷം എന്നുള്ളതാണ്. അതേസമയം OTT-യിൽ എത്തി, ഇതിപ്പോൾ 10 ദിവസം കഴിഞ്ഞു.
സ്റ്റിൽ ആളുകളുടെ ഫസ്റ്റ് ചോയ്സ് അഭിലാഷമാണ്. കിട്ടിയിട്ടുള്ള കമന്റുകൾ ഏറ്റവും സ്ട്രൈക്ക് അല്ലെങ്കിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു കമന്റ് ഏതായിരുന്നു? ആരെങ്കിലും മെൻഷനിങ്ങോ അങ്ങനെ എന്തെങ്കിലും? ആണുങ്ങൾ കൂടുതൽ മെസ്സേജ് അയക്കുന്നത് നമ്മൾ ഇങ്ങനെ പറയാതെ പോയ കുറേ സംഭവങ്ങളുണ്ട്, അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചത് എന്നുള്ളത്. സ്ത്രീകളാണെങ്കിൽ മെസ്സേജ് അയക്കുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളിലുമാണ്, നമ്മൾ അന്ന് മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് പറയുന്ന. അപ്പം പേഴ്സണലി കണക്റ്റ് ആയെന്ന രീതിയിലാണ് ആൾക്കാർ പറയുന്നതെല്ലാം. ഇപ്പം അതുപോലെ തന്നെ ഇനിയൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് നമ്മൾ ധൈര്യം കൊടുക്കും. ഇപ്പം ഞാൻ ഒരുത്തന്നെ അങ്ങനെ മെസ്സേജ് ഇട്ടു, ധൈര്യമായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പോൾ എടോ നിങ്ങൾ അജേഷ് വാലപ്പാട്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രമിച്ചു നോക്കാന്നുള്ളതാണ്. ഇപ്പം അഭിലാഷം സിനിമയിൽ നമ്മൾ പറഞ്ഞു നോക്കുന്നൊരു പോയിന്റ് ഉണ്ട്, സെക്കൻഡ് ചാൻസ് കിട്ടും, അത് യൂസ് ചെയ്യാം, ബാക്കിയൊക്കെ പിന്നെയാണ്. ഓരോ ആൾക്കാർക്കും ഒരേ പോലെയാണ്, ചിലരത് ശരിയാവും ചിലരത് ശരിയാവില്ല. ശ്രീഹരി വചനം എടുത്തല്ലോ. അല്ല ഇപ്പൊ ഇതിനിടയ്ക്ക് അജേഷ് ആലപ്പാട്ടിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ ആ കഥാപാത്രം നവാസിക്കനെ നമ്മൾ എപ്പോഴും സിനിമകൾ കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ട്. ആ കൂടി നമ്മൾ ഒരു സിനിമയിൽ മാത്രമാണ് എക്സ്ട്രീം ഒരു വില്ലനിസം കണ്ടിട്ടുള്ളൂ, നെഗറ്റീവ് ഷെയ്ഡില്. ബാക്കി എല്ലാത്തിലും നമ്മൾ കാണുന്ന ഒന്നില്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പലചരക്കടയില്. അപ്പോ അങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടൊരു വക്കീൽ വേഷത്തിൽ എത്തിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നവാസ് പള്ളിക്കുന്നൊരു ഗംഭീര ആക്ടറാണ്, മലയാള സിനിമ ഉപയോഗിക്കേണ്ട നടനാണ്. ഒരു മലബാർ സ്ലാങ്ങിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാഷയുള്ള കഥാപാത്രങ്ങളായിട്ട് മാത്രം ഒതുക്കേണ്ട നടനല്ല, അയാളൊരു ഗംഭീര നടനാണ്. ഓക്കെ, ശ്രീഹരി ചേട്ടാ, ഈ ഒരു സിനിമയിൽ പ്രീ പ്രൊഡക്ഷനിലും പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു ഇതല്ലേ. പാട്ട് എഴുതി കൊടുക്കുക, പിന്നെ ലാസ്റ്റ് മാത്രം പോകാനല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർക്കില് ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസേഷൻ കിട്ടണം എന്ന് ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു? സൗണ്ട് ഡിസൈൻ ചെയ്ത് മിക്സ് ഒക്കെ ചെയ്ത് വിഷ്ണു PC. വിഷ്ണുവേട്ടൻ ആക്ച്വലി എനിക്ക് ഫേവറായിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണേലും അൺകണ്ടീഷണൽ ആയിട്ടാണ് ഈ സിനിമയുടെ കൂടെ നിന്നത്. താങ്ക്സ് കാർഡിൽ പേര് വന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ്. അവർ സിനിമയിലെ വേറെ പ്രൊഡക്ഷൻ ജോലികളൊന്നും ചെയ്തിട്ടില്ല, അവർ പോലും വർക്ക് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷംസിക്ക ഏത് ജോണർ ചെയ്യാനാണ് ശ്രീഹരി ചേട്ടന് ഇഷ്ടം? ഇപ്പൊ ശ്രീഹരി ചേട്ടന്റെ മ്യൂസിക്കൽ ഇതിൽ ഏത് ജോണർ ചെയ്യാനാണ് ഷംസിക്കയ്ക്ക് ഇഷ്ടം? ഭീഷ്മ റോക്ക പോലെയുള്ള സിനിമകളിൽ, അല്ലെങ്കിൽ തമിഴിലെ വിക്രം, കുറച്ച് സ്വാഗിൽ, അതായത് തിയേറ്ററിൽ കുറച്ച് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അങ്ങനത്തെ ആക്ഷൻ. പിന്നെ ഈ ചോട്ട മുംബൈ അല്ലെങ്കിൽ ആവേശം, പിന്നെ വേണമെങ്കിൽ ഒരു 2 അവാർഡ് പടം അങ്ങനത്തെ ചെയ്യാം. അതായത് എല്ലാം ചെയ്യാം. നമ്മൾ അനിരുദ്ധിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫാൻ സോങ് പരിപാടികളുണ്ടല്ലോ. അപ്പം തലൈവർ വരുമ്പം വിജയ് ദളപതി വരുമ്പം ഒക്കെ കൊടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ശ്രീഹരി ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട് പാട്ടുകളെല്ലാം ഹിറ്റാണ്, പക്ഷെ ആ പാട്ടുകൾ ചെയ്ത ആൾക്ക് അത്ര റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയത് അടുത്തൊരു പ്രൊജക്റ്റ് വന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരു സാധനമായിരുന്നു എനിക്ക് തോന്നിയത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പ്രൊജക്റ്റ് കണ്ടിട്ടായിരിക്കും ഒരാൾ അടുത്ത ഒരു പ്രൊജക്റ്റിന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് കണ്ടിട്ടായിരിക്കും അടുത്ത പ്രൊജക്റ്റിന് വിളിക്കുന്നത്. അങ്ങനെ ആ പാഠം ഇറങ്ങിയതുകൊണ്ട് എനിക്ക് വേറൊരു പ്രൊജക്റ്റ് ഓണായോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നല്ലൊരു പ്രൊജക്റ്റ് വരുന്നില്ലല്ലോ, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനത് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും ആ ഇത് റിലീസ് ആയതിനു ശേഷം റിംഗ് ടൂൺ വരെ ആക്കിയ പാട്ടുകളൊന്നാണ്. നമുക്കത് രണ്ടുപേരും നമുക്ക് വേണ്ടി കൽബിനകമേ കാബ പണിതേ അതിലുള്ള സ്വരായ് നീയും പതിഞ്ഞേ ഹിജ്റ പോയിടേ റൂഹ് പിടഞ്ഞേ കിബ്ല തിരിഞ്ഞേ കിബ്റു വെടിഞ്ഞേ പകലിരവുകളുടെ റബ്ബ് ഇഹ പരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ് പകലിരവുകളുടെ റബ്ബ് ഇഹ പരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ് ആ ആ ആ
ഓക്കെ, താങ്ക് യു. അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് പറയാന്ന് വെച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷംസൊക്കെ പറഞ്ഞ ഡയലോഗ് എടുക്കാം. ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ആളുകളുടെ ഫസ്റ്റ് ചോയ്സ് ആയ മൂവിയുടെ ഡയറക്ടറും ആ മൂവിയിലെ മ്യൂസിക് ഡയറക്ടറായിട്ട് കാണണ്ടേ. അത് എല്ലാവരും എൻ്റെ ക്ലൈമാക്സ് പഞ്ചിങ്ങിനാണ്. അപ്പോൾ ഇനിയും വിവരങ്ങളിലെത്തട്ടെ. എത്തുമ്പോൾ ഞാൻ ഇന്റർവ്യൂ ചോദിക്കും, അന്ന് ഒഴിവാക്കാതെ ഇന്റർവ്യൂ തരിക, വന്നിരിക്കുക. 1 മണിക്കൂറായിട്ട് റീപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓക്കെ.